ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ തന്നെ പിങ്ക്, നീല, വെള്ള ഈ 3 നിറത്തിലുള്ള റേഷൻ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നീല, വെള്ള, പിങ്ക് റേഷൻ കാർഡുള്ള എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായി തന്നെ കാണുക. ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. നിങ്ങൾക്ക് ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇപ്പോൾ എത്തുകയാണ്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്ന വിഭാഗങ്ങളിൽ പെടുന്ന ആളുകളാണ് ഈ ഒരു മഞ്ഞ, പിങ്ക് കാർഡ് ഉടമകൾ. ഇതിൽ മഞ്ഞ കാർഡ് ഉടമകളെ പ്രത്യേകമായിട്ട് സംസ്ഥാനവും കേന്ദ്രവുമൊക്കെ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ പിങ്ക് കാർഡ് ഉള്ള ആളുകളും നീല കാർഡ് ഉള്ള ആളുകൾക്കും പലതരത്തിലുള്ള വിചാരമുണ്ട്. എന്തെങ്കിലും ഒരു സാമ്പത്തിക ശേഷി കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ നീല കാർഡ് കൈവശം വെക്കാം, കുറച്ച് പുറകോട്ടാണെങ്കിൽ പിങ്ക് കാർഡും കൈവശം വെക്കാമെന്നുള്ള രീതിയിൽ. പക്ഷേ കർശനമായിട്ടുള്ള പരിശോധനകളുടെ ഭാഗമായിട്ട് ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കം മുതൽ തന്നെ കൂടുതൽ ശക്തമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് കാർഡുകൾ പിരിച്ചെടുക്കുന്ന രീതിയിലേക്കുമൊക്കെയുള്ള നടപടികൾ ഉണ്ടാകും. മുമ്പ് നടന്നുകൊണ്ടിരുന്നതും ഇപ്പോൾ നടക്കുന്നതുമായിട്ടുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ കർശനമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, പിങ്ക്, നീല റേഷൻ കാർഡ് ഉള്ള ആളുകൾക്ക് ഈ ഒരു റേഷൻ കാർഡ് കൈവശം വെക്കുമ്പോൾ ചില മാനദണ്ഡങ്ങൾ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് നീലക്കാർഡ് ഉടമകൾ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് ഉയർന്നതാണെങ്കിൽ പോലും ഈ ഒരു നീലക്കാർഡ്, അതായത് നോൺ സബ്സിഡി കാർഡാണ്, ഇത് നമുക്ക് വെക്കാം. അല്ലെങ്കിൽ സബ്സിഡി ആനുകൂല്യമുണ്ട്, പക്ഷേ കുറച്ച് സാമ്പത്തിക ശേഷി ഉയർന്നവരാണെങ്കിലും ഇത് കൈവശം വെക്കാമെന്നുള്ള ഒരു കാര്യമൊക്കെ വിചാരിച്ചാണ് ഇവർ കൈവശം വെച്ചേക്കുന്നത്. പക്ഷേ നമുക്ക് 1000-1200 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്, 4 ചക്ര വാഹനങ്ങൾ, AC ഉള്ള വീടുകളുള്ള ആളുകൾക്കൊന്നും തന്നെ, അതുപോലെ തന്നെ 1 ലക്ഷം രൂപയ്ക്കൊക്കെ മുകളിൽ വരുമാനമുള്ള ആളുകൾ, ഇവർക്ക് ആർക്കും തന്നെ ഈ ഒരു നീലക്കാർഡ് കൈവശം വയ്ക്കുവാൻ യാതൊരു അവകാശവുമില്ല. അവരും കർശനമായിട്ടുള്ള നടപടി നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് നീലക്കാർഡ് ഉള്ള ആളുകൾക്കും സബ്സിഡി സാധനങ്ങൾ ലഭിക്കുന്നുണ്ട്. അരിക്കൊക്കെ 4 രൂപ നിരക്കിലൊക്കെയാണ് 2 കിലോ അരി വീതം ഓരോ ആൾക്കാർക്കും ലഭിക്കുന്നത്. പക്ഷേ വെള്ളക്കാർഡിന് അങ്ങനെയല്ല. വെള്ളക്കാർഡിന് സബ്സിഡി ഇല്ലാതെയാണ് 11 രൂപ, 10 രൂപ 90 പൈസ നിരക്കിലൊക്കെ അരി ലഭിക്കുന്നത്. അത് തുച്ഛമായ അളവിലുള്ള ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്വാസം വരുന്നത് നീലക്കാർഡ് ഉടമകൾക്കാണ്. വെള്ളക്കാർഡ് ഉടമകൾക്ക് ഇപ്പോൾ കൂടുതലായിട്ടുള്ള പരിശോധനകൾ വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വളരെ പെട്ടെന്ന് മുൻഗണനാ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു. ഇത് കൂടുതലായിട്ട് ഏപ്രിൽ മാസത്തിൽ ഇതിൻ്റെ ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുമെന്നുള്ളതാണ്. നമുക്കറിയാം, ഇലക്ഷൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് ഇതിനൊക്കെ കൂടുതലായിട്ടുള്ള സമയ ക്രമീകരണങ്ങളും ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത്, പിങ്ക്, നീല, അതുപോലെ തന്നെ ഈ ഒരു കാർഡൊക്കെ കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ, നിങ്ങൾക്കിത് അർഹതാ മാനദണ്ഡം കറക്റ്റായിട്ട് പരിശോധിക്കുക. ഇത് ഓരോ ആൾക്കാർക്കും ഏത് വിഭാഗത്തിലുള്ള കാർഡ് കൈവശം വെക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യം, അതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നുള്ള കാര്യം മുൻപ് തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോയുടെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതൊന്ന് കണ്ടു നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഓരോ കാർഡും കൈവശം വെക്കുക. ഭാവിയിൽ ഇനിയുള്ള നടപടിക്രമങ്ങൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിയമ നടപടികൾ നേരിടേണ്ടി വരും. അടുത്ത ഇലക്ഷനൊക്കെ കഴിഞ്ഞ് പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കർശന പരിശോധനകൾ ഉണ്ടാവും. കാരണം വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയിലേക്കാണ് പുതിയൊരു സർക്കാർ, ഏത് സർക്കാർ ആയാലും കയറുന്നത്. അതുകൊണ്ട് കർശനമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക.